ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കാറ്റത്ത് കിളിക്കൂട് സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു വമ്പൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ അങ്ങനെ പ്രേക്ഷകർ ഏവരും ഒരുപോലെ കാത്തിരുന്ന് ആ ഒരു വൻ സന്തോഷ വാർത്തയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിധിയെ തക്കലയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന രാജീവിന്റെയും ഹേമയുടെയും മുന്നിലേക്ക് സുധീഷിന്റെ കൈകൾ മുറുകെ പിടിച്ച് നിധി വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തങ്ങൾക്ക് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വീണ്ടും ഒരു കല്യാണം വേണമെന്ന് നിധി അച്ഛനോടും അമ്മയോടും ഉറപ്പിച്ചു തന്നെ പറയുന്നു. അപ്പോൾ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചതുപോലെ നിധിയും സുധീഷും വീണ്ടും ഒന്നാകുന്ന ആ ഒരു ഗംഭീര കല്യാണ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒട്ടും സമയം കളയാതെ പോകാം. അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിവാഹമോചനത്തിന് ശേഷവും പരസ്പരം പിരിയാൻ കഴിയാതെ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന നിധിയും സുധീഷും ഇപ്പോൾ വലിയൊരു പരീക്ഷണ ഘട്ടത്തിലാണുള്ളത്. കോടതിയിൽ വെച്ചുണ്ടായ ചെറിയൊരു പിണക്കത്തിന്റെ പുറത്താണ് ഇവരെ ഡിവോഴ്സ് വാങ്ങിയതെങ്കിലും സുധീഷിനെ വിട്ട് തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് നിധി തിരിച്ചറിയുകയായിരുന്നു. ചതിയും കള്ളത്തരങ്ങളും ഇല്ലാതെ 6 മാസം മാന്യമായി ജീവിച്ചു കാണിച്ചാൽ സുധീഷിനെ വീണ്ടും വിവാഹം കഴിക്കാം എന്നാണ് നിധിയുടെ വ്യവസ്ഥ. പരാജയപ്പെട്ടാലോ നിധി വീണ്ടും ഹോസ്റ്റലിലേക്ക് മാറും. എന്നാൽ ഈ സമയത്തിനുള്ളിൽ നിധിയുടെ മനസ്സ് മാറ്റിയെടുക്കാം എന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മുടെ സുധീഷ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയ നിധിക്ക് സുഭാഷ് ലഞ്ച് ബോക്സ് നൽകുകയാണ്. യാത്രക്കിടയിലെ ആവശ്യത്തിനായി 500 രൂപയുടെ ചില്ലറ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് നിധി. എന്നാൽ ഇത് കേട്ട് തന്റെ കയ്യിൽ ചില്ലറയുണ്ടെന്ന് സുധീഷ് സ്നേഹത്തോടെ പറയുന്നുണ്ടെങ്കിലും നിധി അത് പൂർണ്ണമായി അവഗണിക്കുകയാണ്. ഇവര് തമ്മിലുള്ള ഈ അകൽച്ച നികേഷ് ആണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ സുഭാഷിന്റെ കയ്യിൽ 200 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിധി ആ പണം വാങ്ങി പകരം 500 രൂപ കൊടുക്കാൻ നോക്കിയെങ്കിലും സ്നേഹത്തോടെ സുഭാഷ് അത് നിരസിച്ചു. തുടർന്ന് സുഭാഷിനോട് യാത്ര പറഞ്ഞ് നിധി ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് സുധീഷ് ഓടി വന്നിട്ട് കാർ ഒന്ന് തുടച്ച് റെഡിയാക്കാൻ 2 മിനിറ്റ് തരണേന്ന് പറഞ്ഞ് വണ്ടിയുടെ താക്കോലുമായിട്ട് പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. കാറ് റെഡിയാക്കി സുധീഷ് കാത്തു നിന്നെങ്കിലും നിധി പക്ഷെ അവനെ മൈൻഡ് പോലും ചെയ്യാതെ നികേഷിന്റെ സ്കൂട്ടറിൽ കയറി ഓഫീസിലേക്ക് പോയി. ഇത് കണ്ട് നമ്മുടെ സുധീഷ് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഭാസ്കരന്റെ വക ഒരു കൊട്ട്. അതോടെ ദേഷ്യം വന്ന സുധീഷ് അവിടെ നിന്ന് മാറി. പിന്നീട് റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോൾ പണ്ട് സുധീഷ് ആക്സിഡന്റ് പറ്റിയെന്ന് നാടകം കളിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന കാര്യമൊക്കെ നിധി ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ കൂടെയുള്ള നിവ്യയോടും നിധി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുധീഷ് ആള് ഭയങ്കര ഫ്രോഡാണെങ്കിലും ആള് നല്ലവനാണ്. ചിലപ്പോ സ്നേഹം തോന്നും, പക്ഷെ ഇത്തരം കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ ചവിട്ടി കടലിൽ താഴ്ത്താനാണ് തോന്നുക. എന്തായാലും 6 മാസം കണ്ടു തന്നെ അറിയാമെന്ന് നിധി പറയുമ്പോ നീ ഇപ്പൊ തന്നെ അവന്റെ പ്രണയത്തിൽ വീണ് കഴിഞ്ഞുവെന്നാണ് ദിവ്യ കളിയാക്കുന്നത്. അതിനുശേഷം വീട്ടിൽ വെച്ച് നിധിക്ക് സാന്ദ്രേട്ടത്തിയുടെ ഒരു ഫോൺ കോൾ വരികയാണ്. വീട്ടുകാരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും വിളിക്കാൻ പേടിയാണെന്ന് നിധി പറയുമ്പോൾ ഏട്ടത്തി ഒരു ബോംബ് അങ്ങ് പൊട്ടിക്കുകയാണ്. അച്ഛനും അമ്മയും നിന്നെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്നാൽ പണ്ട് സുധീഷിനെ ചതിക്കാൻ നോക്കിയവരായതുകൊണ്ട് തന്നെ അവരെന്തിനാണ് പെട്ടെന്ന് വരുന്നതെന്നോർത്ത് നിധി ആകെ ടെൻഷനിലാകുന്നു. എന്നാൽ മാതാപിതാക്കൾ ദേഷ്യമൊക്കെ മറന്നു വരുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് സുഭാഷാണ് നിധിയെ ആശ്വസിപ്പിക്കുന്നത്. ഏതായാലും അവർ ഉടനെ എത്തുമെന്ന് അറിഞ്ഞ് വീട് വൃത്തിയാക്കാൻ അകത്തേക്ക് ഓടി പോവുകയാണ്. പക്ഷെ നിധിയാണെങ്കിൽ ഉള്ളിൽ പേടി മാറാതെ നിൽക്കുകയാണ്. ഒടുവിൽ അകത്തേക്ക് ചെല്ലുന്ന സുഭാഷ് കാണുന്നത് നേരം ഇത്രയായിട്ടും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സുധീഷിനെയും നികേഷിനെയുമാണ്. അത് കണ്ട് സുഭാഷ് പിന്നെ തട്ടി വിളിച്ചപ്പോഴാണ് സുധീഷും നികേഷും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. നിധിയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് കേട്ടതും സുധീഷ് ആണെങ്കിൽ ഞെട്ടി എഴുന്നേറ്റു. പണ്ട് തന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട ആളുകൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ള പേടിയും സംശയവും സുധീഷിനും കൂട്ടർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പഴയ കാര്യമല്ലേടാ, ഇപ്പൊ പിണക്കമൊക്കെ മാറി വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് സുഭാഷ് തന്നെ എല്ലാവരെയും കൊണ്ട് വീട് മൊത്തം അടിച്ചു തുടച്ച് വൃത്തിയാക്കിച്ചു. വീട് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ നികേഷിന്റെ വക ചെറിയ പരാതികളും സുധീഷിന്റെ വക സംശയങ്ങളും ഒക്കെയായി അവിടെ നല്ല രസകരമായ കുറച്ച് രംഗങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ടെൻഷൻ കാരണം ആരോടും മിണ്ടാതെ നിധി റൂമിലേക്ക് മാറുകയും ചെയ്തു. അവസാനം സുഭാഷ് തന്നെ ബാത്റൂം വരെ കഴുകി വീട് പളപളാന്ന് റെഡിയാക്കി എടുത്തു. പെട്ടെന്നാണ് കേട്ടോ എല്ലാവരും കാത്തിരുന്ന ആ കാർ മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നത്. കാറിൽ നിന്ന് നിധിയുടെ അച്ഛൻ രാജീവും അമ്മ ഹേമയും ഇറങ്ങുന്നത് കണ്ട് മുറ്റത്തുണ്ടായിരുന്ന ഭാസ്കരനും ഉമ്മറത്ത് നിന്ന് നിധിയും സുധീഷും എല്ലാം ആകെ ടെൻഷനിലാകുന്നു. എന്നാൽ സുഭാഷ് മാത്രം വലിയ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കാനായി കാറിനടുത്തേക്ക് ഓടി ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. വീട്ടുകാരെ കണ്ടതും നിധിക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛൻ രാജീവും മകളെ ചേർത്ത് പിടിച്ച് നിന്നെ ഒത്തിരി മിസ് ചെയ്തെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. എന്നാൽ സുധീഷിനാകട്ടെ ഉള്ളിൽ എന്തോ വലിയൊരു അപകടം മണക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ അകത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് കഥ വലിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നത്. അതായത് സുധീഷും നിധിയും ഔദ്യോഗികമായി ഡിവോഴ്സ് ആയ കാര്യം രാജീവും ഹേമയും എങ്ങനെയോ അറിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ബാഗൊക്കെ പാക്ക് ചെയ്യുക, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഹേമ ദേഷ്യത്തോടെ പറഞ്ഞതും സുധീഷും സുഭാഷും അടക്കം എല്ലാവരും ഞെട്ടിപ്പോയി. പോകരുതെന്ന് സുധീഷ് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും വീട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിധിക്ക് മറുപടിയില്ലായിരുന്നു. ഏതായാലും അവിടെ വെച്ച് സംസാരിച്ചാൽ
ശരിയാകില്ല എന്ന് കണ്ട് നിധിയോട് തനിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാജീവ് അവളെ പുറത്തേക്ക് വിളിച്ചു. സുധീഷ് അത് തടയാൻ നോക്കിയെങ്കിലും സുഭാഷ് ഇടപെട്ട് അവരെ വിട്ടു. അങ്ങനെ സംസാരിച്ചിട്ട് മോളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചുവിടാം, അച്ഛന്റെ വാക്കാണെന്ന് രാജീവ് ഉറപ്പു നൽകിയതോടെ നിധി അവരുടെ കൂടെ കാറിലേക്ക് നടന്നു. എന്നാൽ കാർ സ്റ്റാർട്ടായതും അവര് നിധിയെ തങ്ങൾ എല്ലാവരിൽ നിന്നും എന്നേക്കുമായി അകറ്റിക്കൊണ്ടു പോവുകയാണോ എന്ന വലിയൊരു ഭയത്തോടെ സുധീഷ് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്തും സുഭാഷാണ് സുധീഷിനെ ആശ്വസിപ്പിക്കുന്നത്. സംസാരിച്ചിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അച്ഛൻ ഉറപ്പ് പറഞ്ഞതുകൊണ്ടല്ലേടാ നിധി അവരുടെ കൂടെ പോയത്, അതുകൊണ്ട് അവള് നമ്മൾ ഇട്ടു പോകില്ല എന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് വല്ലാത്ത പേടിയാണ് സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ പറഞ്ഞ് ആകെ തളർന്നു നിൽക്കുന്ന സുധീഷിനെയും കൂട്ടി സുഭാഷും മറ്റുള്ളവരും സങ്കടത്തോടെ അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം നിധിയെയും കൂട്ടി രാജീവും ഹേമയും നേരെ പോയത് ഒരമ്പലത്തിലേക്കായിരുന്നു. അവിടെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് ഡിവോഴ്സായ നിധി ഇനി ആ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലെന്ന് അച്ഛൻ രാജീവ് പറയുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ തന്റെ പുതിയ ബിസിനസ്സും ജോലിയും ഒക്കെ കാണിച്ച് നിധി പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും രാജീവ് വിട്ടുകൊടുത്തില്ല. മകൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് തന്നെ ഒരു വീടെടുത്ത് ഒപ്പം താമസിക്കാമെന്ന് രാജീവ് സമ്മതിച്ചതോടെ വീട്ടുകാരുടെ സ്നേഹത്തിന് മുന്നിൽ നിധിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ കിളിക്കൂട്ടിൽ നിന്നും പോയ നിധി തിരികെ വരുന്നത് ബാഗ് പാക്ക് ചെയ്ത് പോകാനാണെന്ന് അറിഞ്ഞതോടെ കിളിക്കൂട്ടിലെ എല്ലാവരും ആകെ ഷോക്കായി പോവാണ്. ഡിവോഴ്സ് കഴിഞ്ഞ തന്റെ മകളെ 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന ഹേമയുടെ വാക്കുകൾക്ക് മുന്നിൽ ആർക്കും മറുപടിയില്ലായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിധി അകത്തുപോയി ബാഗ് റെഡിയാക്കുമ്പോൾ പുറത്ത് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് രാജീവ് നന്ദിയൊക്കെ പറയുകയായിരുന്നു. നിധിയെ തക്കലയിലേക്ക് കൊണ്ടുപോകില്ലെന്നും തിരുവനന്തപുരത്തെ പുതിയ വീടിന്റെ അഡ്രസ്സ് തന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാമെന്നും രാജീവ് ഉറപ്പു നൽകി. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് സുഭാഷ് അവർക്ക് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി കൊടുത്തു. വിഷമം കൊണ്ട് നിധിക്കൊന്നും കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇത് നിധിയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് പോകുന്നതാണെന്ന് സുധീഷ് സങ്കടത്തോടെ പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ തനിക്കിനി ഇവിടെ തുടരാൻ മറ്റു കാരണങ്ങളൊന്നുമില്ലെന്ന് കരഞ്ഞുകൊണ്ട് സുഭാഷിനോട് പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിക്കാൻ തുടങ്ങുകയാണ് നിധി. അച്ഛനും അമ്മയും എനിക്കൊപ്പം തിരുവനന്തപുരത്ത് നിൽക്കാമെന്നും ജോലി ചെയ്യാൻ അനുവദിക്കാമെന്നും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി അവരുടെ കൂടെ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിധി അങ്ങനെ കരയുകയാണ്. പക്ഷെ താൻ അധികം ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നതെന്നും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാമെന്നും പറഞ്ഞ് അവൾ സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും ഒക്കെ ആശ്വസിപ്പിച്ചു. പക്ഷെ സുധീഷ് ആണെങ്കിൽ നിധിയെ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്ക് തന്ന 6 മാസത്തെ സമയം തീരുന്നതിന് മുമ്പ് നീ ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് സങ്കടത്തോടെ ചോദിച്ചു. എന്നാൽ വീട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തനിക്ക് മറ്റു വഴികളില്ലായിരുന്നുവെന്നും സുധീഷിന് നൽകിയ 6 മാസത്തെ വാക്ക് താൻ മറക്കില്ലെന്നും പറഞ്ഞ് നിധി അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് സങ്കടത്തോടെ നിധി കാറിൽ കയറി പോവുകയാണ്. നിധി പോയതോടെ കിളിക്കൂട്ടിൽ വീണ്ടും വൻ തല്ലും ബഹളവും ഒക്കെയായി. നിധി പോയ നിരാശയിൽ സുധീഷ് കസേരയൊക്കെ തല്ലി പൊളിച്ചപ്പോ നിന്റെ കള്ളത്തരങ്ങൾ കൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നത്, അവൾ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഭാസ്കരനാണെങ്കിൽ സുധീഷിനെ കണക്കിന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതോടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ സുധീഷും ഭാസ്കരനെ തല്ലാനാഞ്ഞു. ഇത് തടയാൻ വന്ന സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും ഒക്കെ സുധീഷ് തള്ളി മാറ്റുകയും ഹരീഷിനെ തല്ലുകയും ചെയ്തു. ഒടുവിൽ ഹരീഷും സുധീഷും തമ്മിൽ വലിയ കയ്യാങ്കളിയായി. പെട്ടെന്നാണ് മറന്നുപോയ ഫോൺ എടുക്കാൻ രാജീവ് അങ്ങോട്ട് തിരിച്ചു വരുന്നത്. വീട്ടിൽ 5 ആണുങ്ങളും ഇങ്ങനെ തല്ലുകൂടുന്നത് കണ്ട് രാജീവ് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു വീട്ടിലാണോ എന്റെ മകൾ താമസിക്കേണ്ടത്, നിങ്ങളൊക്കെ ഇത്രയും നേരം അഭിനയിക്കുകയായിരുന്നല്ലേ എന്ന് രാജീവ് പുച്ഛത്തോടെ ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ രാജീവ് പോയതിനു ശേഷവും സുധീഷിന്റെ ദേഷ്യം മാറിയില്ല. അയാൾ എന്തോ വലിയ പ്ലാൻ ചെയ്താണ് നിധിയെ കൊണ്ടുപോയത്. അവളെ ഞാൻ ഉറപ്പായും ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രാജീവും ഹേമയും കൂടി നിധിയെ തിരുവനന്തപുരത്തുള്ള അവരുടെ ഒരു പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അമ്മയുണ്ടാക്കിയ കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴും പെട്ടെന്ന് എല്ലാം മാറി മറിഞ്ഞതിന്റെ ഒരു പേടി നിധിയുടെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും മകളുടെ സന്തോഷത്തിന് വേണ്ടി ഇനി ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് രാജീവ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. കുറച്ചു നാളുകൾക്ക് ശേഷം മകൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഹേമ എല്ലാവർക്കും കൂടെ ഭക്ഷണം വിളമ്പി. പക്ഷെ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ നിധിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കിളിക്കൂട് വീടാണ്. സുഭാഷേട്ടന്റെ കൈപുണ്യത്തെക്കുറിച്ചും നികേഷിന്റെയും ഹരീഷിന്റെയും സ്നേഹത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ സുധീഷിന്റെ നിർത്താതെയുള്ള സംസാരത്തെക്കുറിച്ചുമൊക്കെ നിധി വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ആണുങ്ങൾ മാത്രമുള്ള ആ ചെറിയ വീടിനെ കുറിച്ച് മകൾ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് നമ്മുടെ ഹേമയ്ക്കൊട്ടും പിടിച്ചില്ല. അതോടെ ഹേമയുടെ മുഖമൊക്കെ അങ്ങ് കറുത്തു. എന്നാൽ അതിനിടയിലാണ് കേട്ടോ അവിടെ അപ്രതീക്ഷിതമായി ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത്. വാതിൽ തുറന്ന ഹേമയാകെ ഞെട്ടി. കാരണം മുന്നിൽ നിൽക്കുന്നത് നിധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊറോട്ടയും ചിക്കൻ കറിയുമായി നമ്മുടെ സുധീഷാണ്. സുധീഷിനെ കണ്ടപാടെ അമ്മ വിളമ്പിയ ഭക്ഷണം മാറ്റിവെച്ച് നിധി സന്തോഷത്തോടെ അവൻ കൊണ്ടുവന്ന പൊറോട്ട കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നിധിയുടെ മനസ്സറിഞ്ഞ് സുധീഷ് എത്തിയതും അവരിരുവരും ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ കണ്ട് രാജീവും ഹേമയും ദേഷ്യം കൊണ്ട് ഉള്ളിൽ പുകയുകയാണ്. ആരും വിളിക്കാതെ ഇങ്ങോട്ട് കയറി വന്ന സുധീഷിനെയും
അവനെ കണ്ട് സന്തോഷിക്കുന്ന നിധിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ടാണ് രാജീവ് നിൽക്കുന്നത്. തുടർന്ന് സുധീഷ് പോയതിന് പിന്നാലെ ഹേമ നിധിയോട് വഴക്കിടാനൊക്കെ തുടങ്ങി. റോഡരികിലെ കടയിൽ നിന്ന് സോപ്പില്ലാതെ വെറുതെ വെള്ളത്തിൽ കൈ കഴുകി അവൻ തന്ന പൊറോട്ട നീ ആർത്തിയോടെ തിന്നല്ലോടി എന്നൊക്കെ പറഞ്ഞ് ഹേമ ദേഷ്യപ്പെട്ടപ്പോ സുധീഷ് കൈ വൃത്തിയായി കഴുകിയിട്ടാണ് തന്നതെന്ന് പറഞ്ഞ് നിധി അവനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ട് രാജീവ് രംഗത്തിറങ്ങി. നിധിയെ സോപ്പിട്ട് കൂടെ ഇരുത്തി രാജീവ് ചോദിക്കുകയാണ്, മോളെ നിനക്ക് സുധീഷിനെ ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ നീ അവനെ ഡിവോഴ്സ് ചെയ്തത്? എന്നിട്ടും എന്തിനാ ആ വീട്ടിൽ തന്നെ തുടർന്നത്? എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി ഇല്ലാതെ നിധി ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് വലിഞ്ഞു. നിധി പോയതും രാജീവ് പിന്നെ ഹേമയോട് തന്റെ പ്ലാൻ വെളിപ്പെടുത്തുകയാണ്. അവള് നമ്മളിൽ നിന്ന് എന്തോ വലിയ കാര്യം ഒളിക്കുന്നുണ്ട് ഹേമേ, അതിപ്പോഴേ ചോദിച്ച് സീനാക്കണ്ട. നമ്മൾ വിചാരിച്ചതുപോലെ അവളെ തക്കലയിലെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ഇപ്പൊ കാര്യങ്ങളെല്ലാം അവളുടെ ഇഷ്ടത്തിന് വിട്ടേ പറ്റൂന്ന് പറയുകയാണ് രാജീവ്. മറുവശത്ത് നമ്മുടെ സുധീഷ് വൻ ഹാപ്പി ആയിട്ടാണ് കിളിക്കൂട്ടിലേക്ക് തിരിച്ചെത്തിയത്. താൻ നിധിയെ കാണാൻ പോയ കാര്യവും അവൾക്ക് പൊറോട്ട വാങ്ങി നൽകിയതുമെല്ലാം സുധീഷ് സന്തോഷത്തോടെ വിവരിച്ചു. അവളുടെ അച്ഛനും അമ്മയും എന്നോട് നല്ല രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ നിധി എന്നെ നിർബന്ധിച്ച് ഒപ്പം ഇരുത്തിയാണ് ഭക്ഷണം കഴിപ്പിച്ചത് എന്നൊക്കെ സുധീഷ് പറഞ്ഞപ്പോ വീട്ടുകാർക്ക് എല്ലാവർക്കും അത്ഭുതമായി. നിധി പോയ വിഷമത്തിൽ സുധീഷ് ഇരുന്ന് കരയുകയായിരിക്കുമെന്ന് കരുതിയ ഹരീഷും നികേഷും സുധീഷ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് സുധീഷ് പറയുകയാണ്, അവൾ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോൾ കോടതി കാര്യങ്ങളൊക്കെ ഓർത്ത് എന്നോട് മുഖം കറുപ്പിച്ചാണ് നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ മറന്ന് നിധി എന്നോട് എത്ര സന്തോഷത്തോടെയാണെന്ന് സംസാരിച്ചത്. പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? നിധി തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് സുധീഷ് പറഞ്ഞതോടെ നാളെ തന്നെ പോയി ഏട്ടത്തിയെ കാണുമെന്ന് നികേഷും ഉറപ്പിക്കുകയാണ്. അങ്ങനെ കിളിക്കൂട്ടിൽ വീണ്ടും സന്തോഷം തിരിച്ചെത്തി. അന്ന് രാത്രി റൂമിലിരുന്ന് നിധി സുധീഷ് വന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് തനിയെ ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുധീഷിന്റെ വക ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്. ഹായ് നിധി, ഉറങ്ങിയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് നിധി മറുപടി നൽകി. പുതിയ സ്ഥലമായതുകൊണ്ടാണ് ഉറക്കം വരാത്തതെന്നും കിളിക്കൂട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ സുഖമായി ഉറങ്ങിയേനെ എന്നും സുധീഷ് കളിയാക്കി. ചാറ്റിങ്ങിനിടയിൽ സുധീഷ് മെല്ലെ ഒരു ഐ മിസ് യു കൂടി അയച്ചതോടെ നിധി നാണം കൊണ്ട് ചോന്നു. കള്ളവും തമാശയും പിണക്കവും ഒക്കെയായി അവർ രണ്ടുപേരും ഒത്തിരി നേരം രാത്രിയിൽ മെസ്സേജ് അയച്ച് സംസാരിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ പാടെ ഫോണും നോക്കിയിരിക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് നികേഷ് വരികയാണ്. നിധിക്ക് ഗുഡ് മോർണിംഗ് അയച്ചിട്ട് മറുപടിക്കായി കാത്തിരിക്കുകയാണെന്ന് സുധീഷ് പറഞ്ഞപ്പോ നികേഷ് അവനെ നന്നായിട്ടൊന്ന് കളിയാക്കി. സുധീഷ് ഏട്ടൻ മാസാണല്ലോ, കല്യാണം കഴിഞ്ഞിട്ടും പ്രണയിച്ചു, ദേ ഇപ്പൊ ഡിവോഴ്സ് കഴിഞ്ഞിട്ടും പ്രണയിക്കുന്നു എന്ന നികേഷിന്റെ ഡയലോഗ് കേട്ട് എന്നെ ഇങ്ങനെ മുഖത്ത് നോക്കി പുകഴ്ത്താതെടാ എന്ന് സുധീഷ് നാണത്തോടെ പറയുന്നുണ്ട് തിരിച്ച്. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ ഉടനെ നിധിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി നികേഷിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് സുഭാഷ്. എപ്പോഴും സുധീഷ് മാത്രം പോയാൽ ശരിയാകില്ലെന്നും കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിധിയുടെ മനസ്സിൽ പ്രണയം കൂട്ടുമെന്നും ഹരീഷും ഉപദേശിച്ചതോടെയാണ് നികേഷ് അങ്ങോട്ട് വെച്ച് പിടിച്ചത്. നിധിയാണെങ്കിൽ തന്റെ ലാപ്ടോപ്പിൽ പ്രോജക്ട് വർക്ക് ചെയ്യുന്നതിനിടയിലാണ് നികേഷ് വരുന്നത്. ചിക്കൻ കറി കണ്ടതും കൊതിമൂത്ത നിധി അവനോടൊപ്പം ഇരുന്ന് ആർത്തിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ പോയ തങ്ങളുടെ മുന്നിലിരുന്ന് നോൺ വെജ് ഇവർ കഴിക്കുന്നത് കണ്ട് ഹേമയും രാജീവും ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി. ഡിവോഴ്സ് കഴിഞ്ഞിട്ടും ഇവരൊക്കെ വലിഞ്ഞു കയറി വരുന്നത് ഹേമയ്ക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഹരീഷും നിധിയെ വിളിക്കുകയും കാണാൻ വരികയും ഒക്കെ ചെയ്തത് രാജീവിനും ഹേമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഹേമ കിളിക്കൂട് വീടിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവര് തനിക്ക് വേണ്ടി പുതിയ ബാത്റൂം വരെ പണിതു തന്ന കാര്യം നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ സമയം. പക്ഷെ അവിടുത്തെ 5 ആണുങ്ങളും തമ്മിൽ എപ്പോഴും തല്ലുകയാണല്ലോ എന്ന് രാജീവ് ചോദിച്ചപ്പോഴും അവർക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞ് നിധി ന്യായീകരിച്ചു. ഒടുവിൽ സഹി കേട്ട് രാജീവ് ചോദിക്കുകയാണ്, അവരെല്ലാവരും നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടി സുധീഷിനെ ഡിവോഴ്സ് ചെയ്തത്? ഈ ചോദ്യം കേട്ട് നിധിയുടെ കിളി പോയി. അങ്ങനെ പിന്നെ മറുപടിയില്ലാതെ ടെൻഷനായ നിധി വിഷയം മാറ്റാനായി തന്റെ പുതിയൊരു ബിസിനസ് പ്രൊജക്ട് ലാപ്ടോപ്പ് തുറന്ന് അവരുടെ മുന്നിലേക്ക് വെച്ചു. അല്ല, അപ്പോഴും രാജീവും ഹേമയും പുതിയൊരു ഓഫറുമായിട്ട് വന്നു. നിനക്ക് ആർക്കിടെക്ട് ജോലി ചെയ്യണമെങ്കിൽ നീ തക്കലയിലേക്ക് വാ മോളെ, അവിടെ വലിയ ഓഫീസ് നിന്റെ അച്ഛൻ നിനക്ക് പണിതു തരാം. എന്നാൽ തക്കലയിലേക്ക് ഇല്ലെന്ന് തന്നെയാണ് നിധിയുടെ തീരുമാനം. താൻ വരില്ലെന്ന് തന്നെ നിധി കടുപ്പിച്ചു പറഞ്ഞു. ഇതിനിടയിൽ സുധീഷ് നിധിയെ ഫോണിൽ തുടരെ വിളിച്ചെങ്കിലും രാജീവിനെയും ഹേമയും പേടിച്ച് നിധി ഫോൺ കോൾ കട്ട് ചെയ്തു. മറുവശത്ത് നാട്ടിലെ ജംഗ്ഷനിൽ വെച്ച് ചിലരൊക്കെ ഭാസ്കറിനെ ഇങ്ങനെ ചൊറിയുന്നുണ്ടായിരുന്നു. നിന്റെ മരുമകൾ ഇട്ടേച്ചു പോയതോടെ നിങ്ങളുടെ വീട് വീണ്ടും ശാപമുള്ള വീടായില്ലേ, അങ്ങനെയൊക്കെ അവർ പരിഹസിച്ചപ്പോൾ ഭാസ്കരനാണെങ്കിൽ വഴക്കിന് ചെല്ലുന്നുണ്ട്. അടിപിടിയാകുമെന്ന് കണ്ടതും സുധീഷ് ഓടി വന്ന് നാട്ടുകാരെ വിരട്ടി ഓടിച്ചു. എന്റെ ഭാര്യ അടുത്ത ആഴ്ച തന്നെ തിരിച്ചു വരുമെന്ന് സുധീഷ് വെല്ലുവിളിച്ചപ്പോൾ നാട്ടുകാർ കളിയാക്കുകയാണ്. അവിടുത്തെ അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ട് വിടില്ല, നീ വെറുതെ പകൽ സ്വപ്നം കാണണ്ട എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ സുഭാഷും പറമ്പിലെ പഴവും മാങ്ങയും പലഹാരങ്ങളും ഒക്കെയായി തിരുവനന്തപുരത്തുള്ള നിധിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. രാജീവും ഹേമയും ഉള്ളിലെ ദേഷ്യം ഒതുക്കി ചിരിച്ചുകൊണ്ട്
അവനെ സ്വീകരിക്കുകയാണ്. സുധീഷ് പൊറോട്ട കൊണ്ടുവന്നു, നികേഷ് ചിക്കൻ കറി കൊണ്ടുവന്നു. ഇപ്പോൾ നീയും ഞങ്ങളെന്താ ഇവിടെ നിധിക്കൊന്നും കൊടുക്കുന്നില്ലെന്നാണോ വിചാരമെന്ന് രാജീവ് ചെറുതായി കുത്തി പറയുന്നുണ്ടായിരുന്നു. എങ്കിലും സുഭാഷിനോടുള്ള നിധിയുടെ സ്നേഹത്തിന് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. എന്റെ സ്വന്തം അരുണേട്ടൻ ഇല്ലാത്ത വിഷമം മാറ്റുന്നത് സുഭാഷേട്ടനാണെന്ന് നിധി സുഭാഷിനെ കുറിച്ച് വികാരഭരിതയായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവർ നിർബന്ധിച്ച് സുഭാഷിനും ഭക്ഷണം നൽകി. ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് മെയിൻ റോഡ് വരെ നടന്ന് ഓട്ടോ പിടിക്കണമെന്ന് സുഭാഷ് പറഞ്ഞെങ്കിലും തനിക്കും പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. തന്റെ വണ്ടിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞ് രാജീവ് സുഭാഷിനെ കൂടെ കൂട്ടുകയാണ്. എന്നാൽ ഇതിന് പിന്നിൽ രാജീവിന്റെ എന്തോ പുതിയ കുതന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിധിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കാറിൽ വെച്ച് രാജീവ് വളരെ തന്ത്രപൂർവ്വം സുഭാഷിനെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അവനും അനിയന്മാരും നിധിയെ സ്വന്തം പെങ്ങളെ പോലെ നോക്കുന്നതിനെ അഭിനന്ദിച്ച രാജീവ് നല്ല പിള്ള ചമഞ്ഞ് തന്റെ മാസ്റ്റർ പ്ലാൻ അവസാനം പുറത്തെടുക്കുകയാണ്. എല്ലാം ഇത്ര സന്തോഷത്തിലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാ സുഭാഷെ മോള് സുധീഷിനെ ഡിവോഴ്സ് ചെയ്തത്? അവരെ ഒന്നിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ ശരിക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞതാ സുഭാഷെ എന്ന് പാവത്താനെ പോലെ ചോദിച്ചു. രാജീവിന്റെ ഈ കപട സ്നേഹം തിരിച്ചറിയാതെ അവരെ ഒന്നിപ്പിക്കാനാണല്ലോ എന്ന് കരുതി സുഭാഷാണെങ്കിൽ ആ രഹസ്യമെല്ലാം വെളിപ്പെടുത്തുകയാണ്. സർ, നിധിയും സുധീഷും പ്രണയിച്ച് ഒളിച്ചോടിയതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷേ സത്യം അതല്ല. അങ്ങനെ സുഭാഷ് പറഞ്ഞപ്പോൾ രാജീവ് ആകെ ഞെട്ടുകയാണ്. വീട്ടുകാർ നിശ്ചയിച്ച കല്യാണം മുടക്കാൻ നിധി സുധീഷിന്റെ സഹായം ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും അവര് തമ്മിൽ പ്രണയമേ ഇല്ലായിരുന്നുവെന്നും സുഭാഷ് അങ്ങനെ വെളിപ്പെടുത്തുകയാണ് രാജീവിനോട്. അന്ന് പോലീസുകാരുടെ മുന്നിൽ പെട്ടപ്പോൾ പേടിച്ച് പോലീസുകാർക്ക് മുന്നിൽ സുധീഷ് കള്ളം പറഞ്ഞാണെന്നും ആ കള്ളം വിശ്വസിച്ചാണ് നിധിക്ക് സുധീഷിനെ കെട്ടേണ്ടി വന്നതെന്നും സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് കോടതിയിൽ വെച്ച് ഡിവോഴ്സ് വേണ്ടെന്ന് വെക്കാൻ നോക്കിയപ്പോഴാണ് സുധീഷ് അന്ന് പറഞ്ഞ കള്ളം നിധി അറിയുന്നത്. ആ വഞ്ചനയിൽ സങ്കടം സഹിക്കാനാവാതെയാണ് നിധി ഡിവോഴ്സ് വാങ്ങിയതെന്നും സുഭാഷ് വ്യക്തമാക്കി. എന്നാൽ അവരിപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും ഒരുമിച്ച് ജീവിക്കുമെന്നും സുഭാഷ് കൂട്ടിച്ചേർക്കുകയാണ്. ഇതെല്ലാം അറിയുന്ന രാജീവ് അപ്പോൾ അവർ ഇതുവരെ ഒരുമിച്ച് ജീവിച്ചിട്ടേ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് സുഭാഷ് മറുപടി നൽകിയത്. അങ്ങനെ ഇത്രയും നാൾ ഒളിച്ചു വെച്ച ആ സത്യം പുറത്തു വന്നതിന്റെ സന്തോഷത്തിൽ തന്റെ ഉള്ളിലെ ക്രൂരമായ പ്ലാൻ മനസ്സിലൊതുക്കി പുറമേക്ക് കപട സ്നേഹത്തോടെ സുഭാഷിന് കൈകൂപ്പി നന്ദി പറയുകയാണ് രാജീവ്. അതിനുശേഷം സുഭാഷിൽ നിന്നും പഴയ കല്യാണത്തിന്റെ പിന്നിലെ സത്യങ്ങൾ അറിഞ്ഞ രാജീവ് വീട്ടിലെത്തി ഹേമയോട് എല്ലാ കാര്യങ്ങളും വിവരിക്കുകയാണ്. നിധി സുധീഷിനെ പ്രണയിച്ചതല്ലെന്നും കല്യാണം മുടക്കാൻ സഹായം ചോദിച്ചപ്പോൾ അവൻ ചതിച്ച് താലി കെട്ടിയതാണെന്നും അറിഞ്ഞതോടെ ഹേമയ്ക്ക് ആശ്വാസമാകുന്നുണ്ട്. തങ്ങളുടെ മകൾ തങ്കമാണെന്ന് പറഞ്ഞ് അവർ നിധിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നാൽ ഈ സ്നേഹപ്രകടനത്തിന് പിന്നിൽ രാജീവിന് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നിധിയെ എങ്ങനെയെങ്കിലും തക്കലയിലേക്ക് തിരികെ കൊണ്ടുപോയി വലിയൊരു കമ്പനി തുടങ്ങിക്കൊടുത്ത് സുധീഷിന്റെ കുടുംബത്തിൽ നിന്നും അവളെ പൂർണ്ണമായി അകറ്റുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതേസമയം താൻ അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് നിധി മെസ്സേജ് അയച്ചപ്പോൾ സുധീഷ് ആകെ ടെൻഷൻ അടിച്ചു. രാജീവ് ഇതിന്റെ പേരിൽ തങ്ങളെ പിരിക്കാൻ എന്തോ വലിയ പ്ലാൻ നടത്തുന്നുണ്ടെന്ന് സുധീഷ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നിധി അത് തമാശയാക്കി തള്ളി. ഇതിനിടയിൽ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് സുധീഷിന്റെ ചോദ്യത്തിന് ഇല്ല എന്ന് നിധി കള്ളം പറഞ്ഞതോടെ സുധീഷ് പിന്നെ പിണങ്ങി ആ ചാറ്റിംഗ് അവിടം കൊണ്ട് അവസാനിപ്പിച്ചു. എങ്കിലും നിധി കള്ളം പറഞ്ഞ് തന്നെ വെറുതെ കളിപ്പിക്കുകയാണെന്നുള്ള കാര്യം സുധീഷിന് മനസ്സിലായിരുന്നു. പിറ്റേന്ന് ഹേമയുടെ ഒരു റിലേറ്റീവ് കൊച്ചിയിലും ബാംഗ്ലൂരിലുമൊക്കെ ഹോം സ്റ്റേ പണിയാനുള്ള വലിയൊരു പ്രോജക്റ്റുമായി രാജീവിന്റെ വീട്ടിലെത്തുകയാണ്. തിരുവനന്തപുരത്തെ പ്രോജക്റ്റുകൾ മാത്രമേ ചെയ്യൂ എന്ന് നിധി ആദ്യം കടുപ്പിച്ച് പറഞ്ഞെങ്കിലും തിരുവനന്തപുരത്ത് ഇരുന്ന് തന്നെ ഈ വലിയ പ്രോജക്റ്റുകൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് രാജീവ് അവളെ തന്ത്രപൂർവ്വം ആ കെണിയിലേക്ക് വീഴ്ത്തുകയാണ്. ഹേമയും രാജീവും കൂടെ നിർബന്ധിച്ചതോടെ ആ പുതിയ ബിസിനസ് പ്രോജക്റ്റ് നിധിക്ക് പിന്നീട് ഏറ്റെടുക്കേണ്ടി വരികയാണ്. ഇതിന് പിന്നാലെ നിനക്കായി വലിയ പ്രോജക്റ്റുകൾ അച്ഛൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് രാജീവ് അവളെ പുകഴ്ത്തി ചേർത്ത് പിടിക്കുന്നു. അച്ഛന്റെ ഈ പെട്ടെന്നുള്ള മാറ്റം കണ്ട് നിധിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. അടുത്ത ദിവസം ഓഫീസിലേക്ക് പോവുകയായിരുന്ന നിധിയുടെ മനസ്സിലെ ആ പ്രണയം പുറത്തു കൊണ്ടുവരാനായിട്ട് സുധീഷ് ഒരു കിടുക്കാച്ചി പ്ലാൻ ഇടുകയാണ്. നിധി വരുന്നത് കണ്ട് സുധീഷ് റെസ്റ്റോറന്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ച് കൊഞ്ചി കുഴയാൻ തുടങ്ങി. എന്നാൽ ഇത് കണ്ട് ദേഷ്യമൊത്ത് പാഞ്ഞെത്തിയ നിധി പബ്ലിക് പ്ലേസിൽ ഇരുന്ന് കൊഞ്ചാൻ നാണമില്ലേ എന്ന് ചോദിച്ച് സുധീഷിനോട് ചൂടാവുകയാണ്. ഇതെന്റെ ഗേൾഫ്രണ്ട് ആണ്, ഡിവോഴ്സ് വാങ്ങിയ മാഡത്തിന് എന്താണെന്ന് സുധീഷ് ചോദിച്ചതോടെ ദേഷ്യമൊത്ത നിധിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മുഖത്തെ ഷോള് മാറ്റി നോക്കി. അപ്പോഴാണ് കളി മാറിയത്. നികേഷ് നിധിയുടെ തന്നെ ചുരിദാറും ഇട്ട് പെൺവേഷം കെട്ടി ഇരുന്നതായിരുന്നു. സത്യം പുറത്തായതോടെ മൂവരും കൂടെ ചിരിയോട് ചിരിയായിരുന്നു. നിന്റെ നാവ് കള്ളം പറഞ്ഞാലും മനസ്സിൽ എന്നോട് പ്രണയമുണ്ടെന്ന് തെളിയിക്കാനാണ് ഇത് ചെയ്തതെന്ന് സുധീഷ് പറഞ്ഞപ്പോ നിധിക്ക് മറുപടി ഇല്ലായിരുന്നു. പിന്നീട് അവർ ഒരുമിച്ചിരുന്ന് ജ്യൂസ് കുടിക്കുമ്പോഴും നിധി സുധീഷിനെ നോക്കി ഒരു കള്ള പുഞ്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. സുധീഷും പ്രണയത്തോടെ നിധിയെ തന്നെ നോക്കിയിരിക്കുന്നു.
അതിനുശേഷം ഒരു ദിവസം രാവിലെ ചൂട് പലഹാരങ്ങളുമായി ഭാസ്കരൻ നിധിയെ കാണാൻ തിരുവനന്തപുരത്ത് വീട്ടിലെത്തുകയാണ്. രാജീവും ഹേമയും ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും ഞാൻ അവളുടെ അമ്മായിയച്ഛനാണ്, എനിക്കും അവകാശമുണ്ടെന്ന് ഭാസ്കരൻ നല്ല മാസ് മറുപടി നൽകി. നിധിയാകട്ടെ സുഭാഷിനെ കാണാനായി സുഭാഷിന്റെ സൈറ്റിലെത്തുമ്പോൾ താൻ രാജീവിനോട് പഴയ കല്യാണത്തിന്റെ കള്ളക്കഥകളെല്ലാം തുറന്നു പറഞ്ഞുവെന്ന് സുഭാഷ് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഇത് കേട്ട് ആകെ ടെൻഷനായി പോവുകയാണ് നിധി. മറുവശത്ത് സത്യങ്ങളെല്ലാം അറിഞ്ഞ രാജീവും ഹേമയും നിധിയെ തക്കലയിൽ തന്നെ തളച്ചിടാൻ ക്രൂരമായ ചതി പ്ലാൻ ചെയ്യുന്നു. നിധിയെ നാളെ തന്നെ തക്കലേക്ക് കൊണ്ടുപോകാൻ രാജീവ് ആജ്ഞാപിക്കുകയാണ്. തന്നെ വണ്ടിയിൽ ബലമായി കയറ്റിക്കൊണ്ടു പോകാനാണ് അച്ഛനമ്മമാരുടെ രഹസ്യ പ്ലാനെന്നും നിധി ഒളിച്ചതെന്ന് കേൾക്കുന്നു. ചതി തിരിച്ചറിഞ്ഞ് തകർന്ന നിധിയാകട്ടെ അർദ്ധരാത്രിയിൽ തന്നെ സുധീഷിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ്. നിധിയുടെ വിളി കേട്ട ഉടനെ സുധീഷും കൂട്ടരും ലോറിയുമായിട്ട് എത്തി. അടുക്കള വാതിലിലൂടെ പിൻവശത്തെ മതിൽ ചാടിച്ച് അവര് നിധിയെ സുരക്ഷിതമായി സ്വന്തം കിളിക്കൂട്ടിലേക്ക് എത്തിക്കുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ നിധിയെ കാണാതെ പരിഭ്രാന്തരായ രാജീവും ഹേമയും നേരെ കിളിക്കൂട്ടിലേക്ക് പാഞ്ഞെത്തി. അവിടെ വെച്ച് അവർ നിധിയെ വഴക്ക് പറയുകയും കൈക്ക് പിടിച്ച് വലിച്ചിറക്കുക ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയാണ് കഥയെ മാറ്റിമറിക്കുന്ന വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. രാജീവിന്റെ കൈ തട്ടി മാറ്റി നിധി ഉറപ്പിച്ചു പറയുകയാണ്, ഞാൻ സുധീഷിനെ ഡിവോഴ്സ് ചെയ്ത് ഇവിടെ താമസിക്കുന്നതാണല്ലോ നിങ്ങളുടെ പ്രശ്നം, എങ്കിൽ എന്റെയും സുധീഷിന്റെയും കല്യാണം വീണ്ടും നടത്തി തരും. ഇത് കേട്ട് രാജീവും ഹേമയും ഞെട്ടുമ്പോൾ സുധീഷിനാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് എനിക്ക് ഡബിൾ ഓക്കെ ആണെന്ന് പറയുകയാണ്. തക്കലയിലെ തടവറയേക്കാൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കളിക്കൂട്ടിൽ സുധീഷിന്റെ ഭാര്യയായി ജീവിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് നിധി മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ശക്തമായിട്ട് വ്യക്തമാക്കുകയാണ്. പഴയതുപോലെ ആരും കാണാതെ പോലീസ് സ്റ്റേഷനിൽ വെച്ചല്ല, ഇത്തവണ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആചാരപ്രകാരം ഒരു ഗംഭീര കല്യാണം വേണമെന്നാണ് നിധി ആവശ്യപ്പെടുന്നത്. നിധിയുടെ ഈ അപ്രതീക്ഷിത തീരുമാനത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ രാജീവും ഹേമയും കണ്ണു നിറഞ്ഞു നിന്നു പോവുകയാണ്. തനിക്ക് തക്കലയിലേക്ക് വരാൻ താല്പര്യമില്ലെന്നും തന്റെ ആഗ്രഹങ്ങൾക്കും കരിയറിനും ഒരു വിലയും തരാത്ത ആ വീട്ടിൽ താൻ ഒട്ടും സന്തോഷവതിയായിരുന്നില്ലെന്നും നിധി തുറന്നടിക്കുന്നു. തനിക്ക് എപ്പോഴും സപ്പോർട്ടും സമാധാനവും നൽകിയ ഈ കിളിക്കൂട്ടിൽ സുധീഷിന്റെ ഭാര്യയായി ജീവിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ തങ്ങളുടെ കല്യാണം വീണ്ടും നടത്തി തരണമെന്നും നിധി അച്ഛനോട് അപേക്ഷിക്കുകയാണ്. ആദ്യമൊക്കെ ഹേമയും രാജീവും ഇതിനെ ശക്തമായി എതിർക്കുന്നു. എന്നാൽ സുധീഷിന്റെ കൈകളിൽ മുറുകെ പിടിച്ച് താൻ മുമ്പ് ഡിവോഴ്സിന് സമ്മതിച്ചത് പെട്ടെന്നുള്ള ദേഷ്യത്തിലായിരുന്നുവെന്ന് നിധി വ്യക്തമാക്കുമ്പോൾ സുഭാഷും ഭാസ്കരനും ഒക്കെ അവർക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. ഒടുവിൽ മകളുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ രാജീവ് കീഴടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിധിക്ക് ഇവിടെയുള്ള ജീവിതമാണ് സമാധാനമെങ്കിൽ സുധീഷുമായിട്ടുള്ള കല്യാണം നടത്തി തരാമെന്ന് രാജീവ് സമ്മതിക്കുകയാണ്. എന്നാൽ രാജീവ് അങ്ങനെ പറഞ്ഞത് ഹേമയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. ഹേമ ഞെട്ടിപ്പോവുകയാണ്. ഏതായാലും കിളിക്കൂട്ടിൽ സന്തോഷം അണപൊട്ടി ഒഴുകുന്നു. ഉടൻ തന്നെ ഭാസ്കരൻ കലണ്ടർ നോക്കി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കും 10:30ക്കും ഇടയിൽ ഒരു മുഹൂർത്തം കുറിക്കുന്നു. വലിയ ആർഭാടങ്ങൾ ഒഴിവാക്കി ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി കല്യാണം നടത്താനാണ് നിധിയും ആഗ്രഹിക്കുന്നത്. വെള്ളിയാഴ്ച വരെ ഇനിയും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന് സുധീഷ് സംശയിക്കുമ്പോൾ തങ്ങൾ ഇനി ഒന്നിനും ശല്യം ചെയ്യില്ലെന്നും കല്യാണം കഴിഞ്ഞേ തക്കലയിലേക്ക് മടങ്ങുകയുള്ളൂ എന്നും രാജീവ് ഉറപ്പ് കൊടുക്കുകയാണ്. രാജീവും ഹേമയും അവിടെ നിന്നും മടങ്ങിയതോടെ കിളിക്കൂട്ടിൽ വലിയ ആഘോഷമായി. സന്തോഷം സഹിക്കാനാവാതെ സുധീഷ് തുള്ളിച്ചാടുകയും ആനന്ദക്കണ്ണീർ പൊഴിക്കുകയും ചെയ്യുന്നു. നിധിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സുധീഷ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ദിവസമാണിതെന്ന് നിധിയോട് പറയുന്നു. നികേഷും ഹരീഷും സുഭാഷും എല്ലാം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുമ്പോൾ നിധിയാകട്ടെ പ്രണയത്തോടെയും നാണത്തോടെയും സുധീഷിനെ തന്നെ നോക്കി നിൽക്കുന്നു.